ഇന്ന് എനിക്ക് എന്റെ വണ്ടി കിടന്നിട്ടൊരു സാധനം കിട്ടി. വേറെ ചില്ലറ സാധനമല്ല, ഐഫോൺ 15. അപ്പൊ അതിന്റെ ഓണറിനെ കണ്ടുപിടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോ ഇവര് ഇല്ല, ഇവിടെ ഇല്ല, ആളില്ല. പിന്നെ ഇപ്പൊ ഞാൻ സെക്യൂരിറ്റിന്റെ അടുത്ത് കൊടുത്ത് പോവാന്ന് വിചാരിച്ചു. എനിക്ക് ഓക്കെ കസ്റ്റമർക്ക് ഫോൺ गिर गया वो वापस बेटा आईफोन है अंदर नहीं आउटसाइड गया. मेरे को फोन किया सिक्योरिटी का देने का बोल दिया. ओके आपका नाम दिन में बोला था शायद इनके तो नहीं है अंदर के. आपका नाम क्या है? चंद्रा. चंद्रा. आपका? मुस्कान. गाड़ी में से गिर गया बता रहा था. दिन में इधर के मैडम बता रहे थे शायद होगा. ओ अच्छा आज याद नहीं है. बोल दिया. इसमें फोन आएगा ना अभी. हाँ फिर ठीक है ओके मैं फोन करके देगा. अब चंद्रा और मुस्कान. ओके इधर भी है ना. ഓക്കെ അപ്പൊ സക്സസ്ഫുള്ളി അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. അവരിവിടൊക്കെ തപ്പി നടന്നു ഇത്ര. ഓക്കെ ബൈ. ഹായ് ഫ്രണ്ട്സ്, എനിക്ക് ആ ഫോണ് എനിക്കത് എന്തുവേണമെങ്കിലും ചെയ്യാമായിരുന്നു കേട്ടോ. 40,000-40,000 എന്താണെങ്കിലും 75-50 1 ലക്ഷം രൂപ ഒക്കെ വില വന്ന ഫോണാണല്ലോ. എനിക്കത് എന്ത് ചെയ്തിരുന്നെങ്കിലും ഒരു 50-60 രൂപ എനിക്ക് കൈ കിട്ടിയാണ്. പക്ഷെ ഞാനിവിടെ ബാംഗ്ലൂർ വന്ന സമയത്ത് എന്റെ ചേച്ചി എനിക്കൊരു 90,000 രൂപയുടെ ഒരു ഫോൺ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് 2 മാസം കഴിഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് അത് പോയതാണോ അടിച്ചു മാറ്റിയതാണോ എന്ന് അറിയില്ല. സംഭവം ഞാൻ റൂം എത്തുമ്പോ ഇല്ല. സോ ആ സമയത്ത് ഞാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പെട്ടായിരുന്നു. ഞാനൊരു ഹോട്ടലിൽ പണിക്കൊക്കെ പോയിട്ടാണ് പിന്നെ ഒരു ഫോൺ വാങ്ങണത്. അപ്പൊ എന്റെ കോണ്ടാക്ട്സ് ഫുള്ള് പോയി, ഡാറ്റാസ്. അന്ന് ഞാൻ അനുഭവിച്ച ഒരു വിഷമം ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് തപ്പി കണ്ടുപിടിച്ച് ഞാനിത് എത്തിച്ചത്. ഓക്കെ ബൈ ദെൻ.